നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് JCB അങ്ങനെ വീട് പൊളിക്കാനായിട്ട് എത്തുമ്പോഴത്തേനും വാസവൻ ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് വരുന്നേ. വാസവൻ വന്നിട്ട് നിർത്തുന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാങ്കിലെ മാനേജർ ചോദിച്ചു, അല്ല എന്താ സാർ, എന്താ കാര്യം ചോദിക്കുകയാണ്. പിന്നീട് വാസവൻ അയാളെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടുപോയി കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ സമയത്ത് വാസവൻ വന്ന് JCB കാരനോട് പറഞ്ഞു, അതെ എല്ലാം നിർത്തിയിട്ട് പോകാൻ നോക്ക്. അപ്പോഴേക്കും CI പറഞ്ഞു, അല്ല അത് പിന്നെ സാർ വേണ്ട, ഇനിയിപ്പോൾ ഇവിടെ ജപ്തി ഇല്ല എന്ന് പറയണം. അങ്ങനെ അവരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് വാസവൻ നേരെ മാഷിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ ജപ്തി നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തി വച്ചിരിക്കുന്നു. ഇത് കേട്ടതും കമലയ്ക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എന്തായത് എങ്ങനെയാണെന്നും അറിയത്തില്ല. അപ്പോഴേക്കും മാനേജർ പറഞ്ഞു, അതെ ഇനിയിപ്പം ജപ്തി നടപടികൾ ഉണ്ടാകത്തില്ല, ഉടനെ ഒന്നും ഉണ്ടാകത്തില്ല. അത് കേട്ടപ്പം മാഷ് പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, വാക്കാലെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിതൊക്കെ പറഞ്ഞു പോയിട്ടെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ ഞങ്ങൾക്കത് രേഖാമൂലം കിട്ടണം. മാഷ് പറഞ്ഞ് ന്യായമായിട്ടുള്ള കാര്യമാണ്. രേഖാമൂലം കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, രേഖാമൂലം തരാം, അതിന് ഇത്തിരി താമസമുണ്ട്. ബാങ്കിലൊന്ന് ചെന്നോട്ടെ, അതിനുശേഷം രേഖാമൂലം കാര്യങ്ങൾ തരാം. തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ ജപ്തി ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാം. അങ്ങനെ എല്ലാവരെയും JCBക്കാരെ അങ്ങനെ എല്ലാവരെയും അങ്ങോട്ട് പറഞ്ഞു. പോലീസുകാരെല്ലാവരും കൂടെ പോയി. ആ സമയത്ത് MLA നേരെ മാഷിൻ്റെ വേദനയ്ക്ക് അടുത്തേക്ക് വെത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, അവനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ നിങ്ങളുടെ മോനോട് എല്ലാ പണികളും നിർത്തിയിട്ട് എന്നോടൊപ്പം ചേരാനായിട്ട്, എന്നോടൊപ്പം ചേരുവാണെങ്കിൽ അവന് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേങ്കിൽ അവനെ അതിനേക്കാളും വലിയ കളിയാണ് കളിച്ചേ, വാസവനെ മുട്ടുകുത്തിക്കാനായിട്ട്. ചെറിയ കളിയൊന്നും അല്ല കളിച്ചിരിക്കുന്നത്. അപ്പോൾ അവനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല, അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വാസവൻ അങ്ങ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വേദ പറഞ്ഞു, സാറവിടെ നിന്നേ എന്ന് പറയണം. പിന്നീട് വേദ എന്നിട്ട് പറഞ്ഞു, അതെ ഇത് ഈ വീടുണ്ടല്ലോ മണ്ണും പൊടി ആവണ്ട, ഒരു കുറച്ച് സമയം കൊണ്ട് ഇപ്പം തീർന്നു പോകണ്ട. അങ്ങനെ ആവണ്ട, ഈ വീടിനെ രക്ഷിക്കാനായിട്ട് വിക്രത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ജപ്തി നടപടികൾ ഒഴിവാക്കാനും സാറിന് നേരിടാനായിട്ടും വിക്രത്തിന് സാധിക്കും. അങ്ങനെ സാറിന്റെ മുന്നിൽ തോറ്റു തരത്തില്ലേ വിക്രം. സാറിന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് വെറുതെയാ. ഇപ്പൊ സാറിനെ കണ്ടില്ലേ, മുൾമുനെ നിർത്താൻ വിക്രത്തിന് സാധിച്ചില്ലേ. അങ്ങനെയുള്ള വിക്രത്തിന് മുന്നിൽ സാറിന് ഇനി ഒന്നും പറ്റത്തില്ല. ഇത് കേട്ടതും വാസവനൊന്നും മിണ്ടിയില്ല. വേദയുടെ നേരെ നോക്കിയൊന്ന് കൈകൂപ്പി. വേദ തിരിച്ചും കൈകൂപ്പി. വാസവൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കമലയ്ക്ക്. കമല പറഞ്ഞു, മാഷേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കണ്ടില്ലേ എൻ്റെ മോൻ തന്നെ വേണ്ടി വന്നു. ഇതേ ഇപ്പം ഈ ജപ്തി നടപടികളൊക്കെ ഒഴിവാക്കാനായിട്ട് അവനുള്ളതുകൊണ്ടാ ഇപ്പം ഈ ജപ്തി ഒഴിവായത്, അല്ലായിരുന്നെങ്കിലോ. ഇത് കേട്ടതും മാഷ് പറഞ്ഞു, നീ എന്താ കമലെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് പോയ അവസ്ഥയാ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് വിശ്വം പറഞ്ഞു, ഇനിയിപ്പോൾ പേടിക്കണ്ടല്ലോ, ഇതൊക്കെ ഒഴിവായല്ലോ. അങ്ങനെ ഓർത്ത് സമാധാനിച്ച് എല്ലാവരും കൂടെ അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് വാസവൻ കാറിൽ പോകുന്ന സമയത്ത് വാസവൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുവാണ്. അപ്പോൾ ഇത്ര സമയം ഭാര്യയുടെ മോളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോൺ ഓൺ ആയി കഴിയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും മെസ്സേജ് വരും. ഇപ്പം അവരുടെ ഫോണിലേക്ക് കോൾ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ മെസ്സേജ് വന്ന ഉടനെ വാസവൻ പെട്ടെന്ന് ഭാര്യയെ വിളിക്കുവാണ്. ഭാര്യയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എന്തിയെ മോളെന്തിയെ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും ഭാര്യ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അല്ല നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്? എനിക്കൊരു കുഴപ്പമില്ല, നീ അവളുടെ കയ്യിലൊന്ന് കൊടുക്കുക, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ഇത് കേട്ടതും ഭാര്യ രേണുക പറഞ്ഞു, അതെ ഇപ്പം മോളോട് സംസാരിക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ, എനിക്ക് നിങ്ങൾ നേരിട്ട് കണ്ടാൽ സംസാരിക്കണ്ടേ, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. വാസവന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും. പിന്നീട് വാസവൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അന്ന് നടന്നത്. താൻ തൻ്റെ മകന് സീരിയസ് ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് നടന്ന കാര്യങ്ങൾ. വാസവനും ഭാര്യയും മോളും കൂടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയത്താണ് കറണ്ട് പോകുന്നത്. കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം നടത്തില്ല. അപ്പോഴേക്കും വാസവൻ്റെ ഫോണിലേക്ക് കോള് വന്നത്. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോയി വാസവൻ. അതിനുശേഷം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭാര്യയെ വിളിച്ച് കിട്ടാതെ വന്നിപ്പോൾ നേരെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആരെയും കണ്ടില്ല. അങ്ങനെ അകത്ത് കയറി നോക്കി, ഡോറൊക്കെ തുറന്ന് കിടക്കുക. അകത്ത് കയറി നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല. തലേദിവസം കട്ട് ചെയ്യാൻ വെച്ച കേക്ക് അതേപടി തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴതിൻ്റെ അടുത്തായിട്ട് ഒരു എഴുത്തും കണ്ടു, നിങ്ങളുടെ ഭാര്യയും മോളും എൻ്റെ അടുത്ത് സുരക്ഷിതരായിട്ടുണ്ട്, പക്ഷേ എങ്കിൽ എൻ്റെ വീടിൻ്റെ ജപ്തി നടപടികൾ ഒഴിവാകുവാണെങ്കിൽ മാത്രം അവരൊരു പോറൽ പോലും ഏൽക്കാൻ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ മകൻ കിടക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഭാര്യയും മകളും. ആ അവസ്ഥയെ നിങ്ങൾക്ക് അവരെ കാണേണ്ടതായിട്ട് വരും. മര്യാദയ്ക്ക് എൻ്റെ വീടിനെ ജപ്തി ഒഴിവാക്കുന്ന നിങ്ങൾക്ക് നല്ലത്.
എന്നും പറഞ്ഞുകൊണ്ടൊരു കത്തായിരുന്നു. ആ കത്ത് വായിച്ചു കഴിഞ്ഞപ്പം വാസവൻ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. അതാണ് സംഭവിച്ചത്. അത് ഓർത്തപ്പോൾ വാസവന് സഹിച്ചില്ല. വാസവൻ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് വിനായക മുറ്റത്ത് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വിക്രം വരുന്നേ. വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് വിനായകൻ പറഞ്ഞു, ആഹാ നീ വന്നോ, എന്നാലും നിന്നെ സമ്മതിച്ചു വന്നിരിക്കുന്നു. എടാ എങ്ങനെയാടാ നീ ആ വാസവനെ കുരുക്കിയത്, ജപ്തി ഒഴിവാക്കിയത് എങ്ങനെയാടാ? നീ എന്തോ ചെയ്തു. ഞാനൊന്നും ചെയ്തൊന്നുമില്ല. പിന്നെ ഒന്നും ചെയ്യാതെ എന്താണല്ലോ ഇങ്ങനെ സംഭവിക്കില്ലെന്നറിയാം. അപ്പോഴേക്കും നന്ദിനി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അത് വിനയേട്ടാ, വെറുതെ അങ്ങനെ ഒഴിവാക്കും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അവൻ അതേ തരത്തിൽ ചിലപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തി കാണും. തല്ലൂന്നോ കൊല്ലൂന്നോ ഒക്കെ പറഞ്ഞിട്ട് വാസവനെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടായിരിക്കും വാസവന് ഈ ജപ്തി ഒഴിവാക്കിയത്. ആ സമയം വിക്രം അതിന് മറുപടി പറയാതെ അകത്തേക്ക് കയറി. വിക്രം വന്നിട്ടുണ്ടെന്ന് കമല എല്ലാവരും പറഞ്ഞു. പെട്ടെന്ന് കമല ഹാളിലേക്ക് വരുവാണ്. കമല വന്നിട്ട് പറഞ്ഞു, എന്നാലും എൻ്റെ മോനെ നീ ഈ കുടുംബത്തെ രക്ഷിച്ചല്ലോടാ. ഒരു നിമിഷം ഞങ്ങൾ ആകെപ്പാടെ എല്ലാവരും കൂടെ ഭയന്ന് പോയായിരുന്നു. പിന്നീട് ശ്രീജയോട് പറഞ്ഞു, ശ്രീജയെ ആ കടുകും ഉപ്പും കുറച്ച് മുളകും കൂടെ എടുക്കുക, ഇവനൊന്ന് ഒഴിഞ്ഞിടണം എന്ന് പറയാണ്. അങ്ങനെ ശ്രീജ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും വേദയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയം വിശ്വൻ ജോലിക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് വന്നു. വിശ്വൻ ചോദിച്ചു, എടാ എന്താടാ സംഭവിച്ചേ? നീ വാസവനെ എങ്ങനെയാടാ പിടിച്ചു നിർത്തിയത്? ഈ സമയത്ത് വിക്രം പറഞ്ഞു, ഞാൻ അതിന് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാതെ എന്താണെങ്കിലും അയാൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അയാളെ നീ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമല്ലേ? ആ സമയത്ത് കമല ചോദിച്ചു, അല്ലട മോനെ, നീ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ലമ്മേ, ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോഴേക്കും ശ്രീജ കൊണ്ടുവന്ന് കടവും മുളകൊക്കെ കൊടുത്ത് കമല എന്ത് ഒഴിയാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. ആ സമയത്താണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ കമലെ? അത് പിന്നെ ഞാൻ വിക്രത്തിനെ നിന്ന് ഒഴിഞ്ഞിടാനായിട്ട്. ഒഴിഞ്ഞിടാനോ? അല്ല, മോൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചേ. കണ്ടില്ലേ? അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ്? ഇപ്പം നമ്മൾ ഈ വീട്ടിൽ കാണുമായിരുന്നു. വിക്രം തക്ക സമയത്ത് തന്നെ ഈ ജപ്തി ഒഴിവാക്കിയില്ലേ മാഷേ? ഇത് കേട്ടതും മാഷ് പറഞ്ഞു, നീ എന്താ കമലെ വിചാരിച്ചോണ്ടിരിക്കുന്നേ? അയാൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല, ഇനിയും ഉണ്ടെന്ന്. അതിനർത്ഥം എന്താ? ഇവനെന്തോ കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ആ സമയം കമല ചോദിച്ചു, സത്യം ഉണ്ടോ മോനെ? അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഞാനങ്ങനെയും ചെയ്തിട്ടില്ല. എടാ വിക്രം, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ വിശ്വസിക്കണമല്ലേ? ആ വാസവനെ പോലെ ഒരാൾ ഇവിടെ വന്നിട്ട് ജപ്തി ഒഴിവാക്കിയെന്ന് പറയണമെങ്കിൽ നീ വെറുതെ ആയിരിക്കില്ല, നീ എന്തേലും ചെയ്ത് കാണും. ഇതിൻ്റെ പിന്നാലെ ഇനിയിപ്പോൾ പോലീസും കേസും കൂട്ടമൊക്കെ ആയിരിക്കും. അത് കേട്ടതും കമലയ്ക്ക് പേടിയേ. കമല ചോദിച്ചു, അങ്ങനെ എന്തേലും ഉണ്ടോടോ മോനെ? അങ്ങനെ എന്തേലും ഉണ്ടേ പറ. ആ സമയത്ത് വിക്രം പറഞ്ഞു, അമ്മേ അങ്ങനെയൊന്നുമില്ല, പിന്നെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. ആ സമയത്ത് മാഷ് പറഞ്ഞു, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന്. മുള്ളാണെങ്കിൽ മുള്ളു മാറ്റി ഒഴിവായി പോകാനായിട്ട് നിനക്ക് അറിയത്തില്ലല്ലേ, അല്ലാതെ മുള്ളുകൊണ്ട് എടുക്കാനല്ലേ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അയാൾ അങ്ങനെയല്ലല്ലോ. അയാൾ എന്താ ചെയ്തേ? അയാൾ നേരിട്ട് എങ്ങനെയാണ് നമ്മളെ? അയാൾ നേരായ വഴിക്കാണോ? ഈ സമയം മാഷ് പറഞ്ഞു, നേരായ വഴിക്ക് നമ്മൾ ചെയ്യണമായിരുന്നോ? അയാൾ ഈ ജപ്തി നടപടി സ്പീഡ് ആക്കിയത് നേരായ വഴി കൂടെയാണോ? അല്ല. ഇപ്പം ജപ്തി ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അയാൾ നേരായ വഴി കൂടെ അല്ല ഓരോ കാര്യങ്ങളും ചെയ്തേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വളഞ്ഞ വഴി അങ്ങോട്ട് സ്വീകരിച്ചു, അത്ര മാത്രം. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, ഓഹോ, അപ്പം എന്തോ ഒരു വലിയ ക്രൈം ചെയ്തിട്ടുണ്ട്. ആ സമയം കമല വെച്ച്, മോനെ നീ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വലിയ ക്രൈം ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പം ഉണ്ടാകാനും പോകുന്നില്ല. മാഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായ കമലേ? നമുക്കാർക്കും ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. അപ്പോഴേക്കും വിശ്വൻ ചോദിച്ചു, അപ്പം നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്നുണ്ടാ നീ പറയണേ? അതിന് വിക്രം മറുപടി ഒന്നും പറഞ്ഞില്ല. വിക്രം മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു, ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാ വരാൻ പോകുന്നത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് വിക്രം ഒന്നും മിണ്ടാതെ വിക്രം മുറിയിലേക്കും പോയി. ഈ സമയം വിശ്വൻ പറഞ്ഞു, ഇനി പേടിക്കേണ്ട കാര്യമല്ല, എന്തായാലും ജപ്തി ഒഴിവായല്ലോ, അത് തന്നെ ഒരു സമാധാനം. ഇനിയിപ്പോൾ ആ കാര്യത്തിൽ പേടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് മുറിയിലേക്ക് വേദ എന്നപ്പോൾ വിക്രം അസ്വസ്ഥനായിട്ട് മുറിയിലിരിക്കുന്നുണ്ട്. വേദയുടെ മുഖത്ത് നോക്കാൻ തന്നെ വിക്രത്തിന് മടിയാ, കാരണം ഇവള് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കും. വേദ എന്നിട്ട് ചോദിച്ചു, സത്യം പറ വിക്രം, എന്താ സംഭവിച്ചേ? അങ്ങനെ പെട്ടെന്നൊന്നും വാസവൻ പിന്മാറുന്ന ആളല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ ചോദിച്ചേ. കാര്യം എന്താ അവിടെ സംഭവിച്ചേ? എന്താണെങ്കിലും പറ. എല്ലാം ഇപ്പം നിന്നോട് പറയണമെന്നുണ്ടോ? അതെന്താ? ഞാൻ അറിയണ്ടേ? ഇത് കേട്ടതും വിക്രം പറഞ്ഞു, വേണ്ട വിക്രം, ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പോകുന്നറിയാവോ? എന്ത് പ്രശ്നം? ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അവർ പരാതിയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. അവരോ? ഓഹോ, അപ്പം വാസവൻ്റെ വീട്ടുകാരെ ആയിരിക്കുമല്ലേ ടാർഗറ്റ് ചെയ്തേ? അതുകൊണ്ടായിരിക്കുമല്ലേ? ആഹാ, നീ കൊള്ളാലോ, അപ്പം നീ എല്ലാം കണ്ടുപിടിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് വിക്രം കാര്യങ്ങൾ പറയാണ്, എന്താ സംഭവിച്ചതെന്ന്.
വാസവൻ്റെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് വിക്രവും രാജേട്ടനും ജോസഫും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് ജോസഫിനോട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? അതെ. അതിനുശേഷം സജീവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവാൻ പറയണം. അറിയാലോ, സജീവൻ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് അവിടുത്തെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും രാജേട്ടൻ എന്ത് ചെയ്യണം, പതുക്കെ കഥ തുറന്നു നടക്കുകയാണ്. MLA അവിടെ ഉണ്ടല്ലോ. അങ്ങനെ അതിനകത്തോട്ട് കയറി അകത്തേക്ക് കയറി. ഈ സമയത്ത് അങ്ങോട്ടേക്കുള്ള ക്യാമറകളെല്ലാം അതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമറ ഉണ്ടല്ലോ MLAയുടെ ഇണ്ണൂനിൽ. അപ്പോൾ അവിടെ കേബിളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേബിളെല്ലാം കട്ട് ചെയ്ത് മാത്രമല്ല അങ്ങോട്ടേക്കുള്ള കറണ്ടിൻ്റെ കാര്യങ്ങളും കട്ട് ചെയ്ത് വിട്ടായിരുന്നു. പക്ഷേ അങ്ങനെ കറണ്ട് കട്ട് ചെയ്ത് വിട്ടാലും അവിടെ വേറെ സംഭവം ഉണ്ടല്ലോ. ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് കറണ്ട് വെട്ടമുണ്ട്. പക്ഷേ ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് അവർക്ക് അകത്ത് കയറാൻ പറ്റില്ല. ഈ സമയം രാജേട്ടൻ എന്ത് ചെയ്തു, പതുക്കെ അകത്തേക്ക് പോയി. MLA വാസവനും മോളും കൂടെ കേക്ക് കെട്ടേനൊക്കെ തുടങ്ങുന്ന സമയത്ത് അയാൾ അകത്തേക്ക് പോയിട്ട് ഇൻവേർട്ടറിൻ്റെ സംഭവം എല്ലാം ഊരുവാണ്. പക്ഷേ ഇതൊന്നും വാസവനൊന്നും ആ സമയം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാജേട്ടൻ അകത്ത് കയറിയത് വെട്ടം പോയി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ആ സമയത്ത് അയാളുടെ ഫോണിലേക്ക് കോള് വരുന്നത്. കാരണം വെട്ടം പോയി കഴിഞ്ഞപ്പോൾ തന്നെ സജീവനെ വിളിച്ചിട്ട് വിക്രം പറഞ്ഞു ഇനി പണി തുടങ്ങിക്കോളാൻ പറയണം. ആ സമയത്താണ് സജീവന് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടുത്തെ ആ വരുണ്ട ഓക്സിജൻ മാസ്ക് ഒക്കെ മാറ്റിയിടുന്നത്. അങ്ങനെ അവിടെ നിന്ന് അറിയിപ്പ് കിട്ടി ഇവിടെയെല്ലാം ഓക്കെയാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യണം, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു MLAക്ക്. MLA അപ്പം തന്നെ ഇറങ്ങിപ്പോയി. MLA പോകുമെന്നറിയാം. MLA പോയി കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുവാണ്, വിക്രവും ജോസഫും ഒക്കെ നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് നേരെ അവിടെയൊക്കെ നോക്കുകയാണ്. അപ്പോഴേക്കും കറണ്ട് ഇല്ലല്ലോ. അപ്പോൾ ഇൻവേർട്ടറും ഇല്ല. ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് MLAയുടെ ഭാര്യയും മോളും നിൽക്കുന്നത്. അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കാഴ്ച കാണുന്ന ആ ഇരുട്ടത്ത് വിക്രത്തിൻ്റെ ജോസഫിൻ്റെ മുഖം അവർ പേടിച്ചു വിറച്ചു. ഭാര്യ ബോധം കെട്ട് വീണു. അങ്ങനെ പിന്നീട് ബോധം തെളിയണ സമയത്ത് അവരെ രണ്ടുപേരും പിടിച്ച് കെട്ടിയിട്ടിരിക്കുമായിരുന്നു. ഒരു കസേര പിടിച്ച് കെട്ടിയിട്ടിട്ട് രണ്ടുപേരും കൂടെ നന്നായിട്ട് പേടിച്ച് വിറച്ചിട്ടുണ്ട്. ആ സമയത്ത് അങ്ങോട്ടേക്ക് അനിയൻകുട്ടൻ വന്നു. രണ്ടുപേർക്കുള്ള ചായയൊക്കെ ആയിട്ടാണ് വരുന്നത്. അനിയൻകുട്ടൻ്റെ കൈയൊക്കെ ഭേദമായി വരുന്നുള്ളൂ. ചായയൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഈ ചായ കുടിക്കുക, നിങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല, ഈ ചായ കുടിക്കുക, പേടിക്കൊന്നും വേണ്ട, ഈ ചായക്കകത്തൊന്നും കലക്കിയിട്ടില്ല എന്ന് പറയണം. ആ സമയത്ത് സജീവനൊക്കെ അങ്ങോട്ടേക്ക് വന്നു. സജീവൻ വന്നിട്ട് പറഞ്ഞു, അതെ വിക്രത്തോട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഞങ്ങൾ നിങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കാനായിട്ടും വന്നതല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം വന്നിട്ട് അവരെ നോക്കുമ്പോഴത്തേനും പേടിച്ച് പറിച്ച് രണ്ടുപേരും കൂടെ നിൽക്കുക. തങ്ങൾ എന്തേലും ചെയ്യുമോ അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ വാസവൻ്റെ ഭാര്യയ്ക്കും മോൾക്കും ഉണ്ടായിരുന്നത്. പക്ഷെ വിക്രം അങ്ങനെ ഒരിക്കലും അവർ ഉപദ്രവിക്കുന്ന ആളല്ലല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.